അത്രയും വലിയ കാവലാണ് അബൂ ത്വാലിബ് നൽകിയത്. നമുക്ക് ഏറ്റവും കാവലുള്ള ഒരാൾ മരിച്ചു പിരിയുമ്പോഴുള്ള ദുഃഖം സഹിക്കാൻ കഴിയോ സഹോദരങ്ങളെ? ഇതാർക്കാണ് ഈ വലിയ കാവലും ആശ്രയവും നൽകുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക്. ഈ രണ്ട് സംഗതികളും ചേർന്ന് വന്നപ്പോ ദുഃഖത്തിനു മേൽ ദുഃഖം ഇരട്ടിയായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സമാധാനിപ്പിക്കുന്നതിന്, സന്തോഷം അവിടത്തേക്ക് നൽകുന്നതിന് അള്ളാഹു ഒരുക്കിയ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽ ഒന്നാണ് ഇസ്രാ മിഅ്റാജ്. ആ ഇസ്രാ മിഅ്റാജിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ സന്തോഷമായി. ഇസ്രായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നിസ്കാരമല്ലേ? അമ്പിയാക്കളെ മൊത്തം മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിൽ വരിവരിയായി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവർ സ്വീകരിച്ചപ്പോ ആ അംബിയാഇന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ശ്രേഷ്ഠമായ അമല് 2 റക്അത്ത് നിസ്കാരമാണ്. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ നബിമാർക്കും ഇമാമായിട്ട് 2 റക്അത്ത് നിസ്കരിക്കൂ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, ഞാനാണോ നിസ്കരിക്കേണ്ടത്? നിങ്ങൾ ഇമാമായി നിസ്കരിക്കൂ. ഒരുപാട് ഉള്ളവരൊക്കെ ഉപ്പാപ്പമാരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കം പ്രഗത്ഭന്മാരായ അമ്പിയാക്കളല്ലേ മൊത്തമുള്ളത്. അവര് സൊഫായി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിറകിൽ 2 റക്അത്ത് നിസ്കരിച്ചു. മിഅ്റാജിലെത്തിയപ്പോൾ സമ്മാനമായി നൽകിയതും നിസ്കാരമാണ്. തങ്ങൾക്കേറെ സന്തോഷമായി. അള്ളാഹുവുമായി സംവദിച്ചാൽ കിട്ടുന്ന അത്ര ഒരു സന്തോഷം ലോകത്ത് വേറൊന്നില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യൻ ആഖിറത്തിലെത്തുമ്പോ ഏറ്റവും അധികം ഒരു മുഅ്മിന് സന്തോഷം ലഭിക്കുന്നത് അള്ളാഹുവുമായുള്ള സംഭാഷണത്തിലും അള്ളാഹുവുമായുള്ള സംഗമത്തിലും അള്ളാഹുവിനോട് സംസാരിക്കുന്നതിലുമാണ്. അത്ര വലിയൊരു സന്തോഷം സ്വർഗലോകത്ത് വേറെയില്ല. അള്ളാഹുവിലേക്ക് നോക്കുന്ന മുഖങ്ങൾ തന്നെ എത്ര വലിയ പ്രകാശമുള്ള മുഖങ്ങളാണ്. അള്ളാഹുവിനെ കാണാൻ ഭാഗ്യമുള്ള ശരീരം എത്ര ഭാഗ്യമുള്ള ശരീരമാണ്. സഹോദരങ്ങളെ, നിസ്കാരം സമ്മാനമായി നൽകിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിപ്പോയി, എല്ലാ വിഷമങ്ങളും മാറിപ്പോയി. അന്നത്തെ രാത്രി തീരുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തിരിച്ചെത്തി. അതിനു മുമ്പ് തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. ഫർള് നിസ്കാരം ഇസ്രായിലാണ് നൽകിയതെങ്കിലും അതിന്റെ രൂപഭാവങ്ങൾ മുഴുവനായും വന്നതും സംഘടിതമായി ആ നിസ്കാരം സംഘടിപ്പിക്കപ്പെട്ടതും മദീനയിൽ വെച്ചാണ്. മക്കയിൽ വെച്ച് തന്നെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അതേ, നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട് ആ നിസ്കാരങ്ങളും കാര്യങ്ങളുമൊക്കെ സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്ത് അത് പഠിപ്പിച്ചു കൊടുത്ത് കുറഞ്ഞ കാലം മക്കയിൽ താമസിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിലാണ് കൂടുതൽ കാലം നിസ്കരിച്ചത്. ഈ നിസ്കാരം അള്ളാഹുവിൽ നിന്ന് കിട്ടിയ സമ്മാനമാണ്. സങ്കടങ്ങളൊക്കെ മാറി വലിയ സന്തോഷത്തോടെ വരുമ്പോ അള്ളാഹു നൽകിയ സമ്മാനം. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് ഇതുപോലെ പറ്റുന്നൊരു കർമ്മം വേറെയില്ല, വേറൊന്നുമില്ല. കാരണം ഒരാൾക്കും വേണ്ടി നിർവഹിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു ശ്രേഷ്ഠമായ കർമ്മം ഉൾക്കൊള്ളുന്നൊരു അമലാണ് നിസ്കാരം. ഞാൻ അതിന്റെ മഹത്വം പറഞ്ഞാൽ നീണ്ടുപോകും. പ്രധാനമായും വേറെ ചില വിഷയങ്ങൾ പറയാണ്ട് ഞാൻ ആമുഖമായിട്ട് ഇങ്ങനെ പറഞ്ഞ നിസ്കാരത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരാൾക്കും നിർവഹിക്കപ്പെടാൻ പറ്റാത്തൊരു അമല് നിസ്കാരത്തിലുണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാത്തു നിൽക്കാം, ഒരേ നൃത്തം നിൽക്കുകയാണ്. നിൽക്കണേ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഒരാളെ കാത്തി ഇരിക്കുകയാണ്, ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഈ ഇരിക്കലും ഈ നിൽക്കലൊക്കെ വേറെ ആളെ നമ്മൾ ബഹുമാനിച്ചിട്ടല്ലേ നിൽക്കുന്നത്? അതെ, വേറെ ആള് വരുമ്പോ ബഹുമാനിച്ച് നിൽക്കല്ലേ? നിൽക്കും. കാത്തിരിക്കുകയാണ് ഒരു സ്ഥലത്ത്, നേരത്തെ തന്നെ വന്ന് കാത്തിരിക്കുക. അയാൾ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും, ഞാൻ പോവാണ്. ഈ കാത്തിരിപ്പ് തന്നെ ഒരു ബഹുമാനാണ്. ഒരാളെ കാത്തു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇരുത്തവും നൃത്തവുമായി. ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് കുനിഞ്ഞ എന്നെ ഒന്ന് കൊടുക്കേണ്ടി വരും. വേണ്ടി വരൂലേ? ഒരു രോഗിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ കുനിഞ്ഞു നിൽക്കേണ്ടി വരും. കുറച്ചു നേരം നിന്നാ പോരെ, കുറെ നേരം നിന്ന് കൊടുക്കേണ്ടി വരും.
പക്ഷേ ഏതൊരു മനുഷ്യനും ഏതൊരു സൃഷ്ടിക്കും നെറ്റി വെച്ചിട്ടുള്ള ഒരു സുജൂദിന്റെ ആദരവ് ഒരാൾക്കും ചെയ്യാൻ പറ്റൂല. അത് പടച്ച റബ്ബിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ആ ഒരു ശ്രേഷ്ഠമായ അമൽ ഉൾക്കൊള്ളുന്ന ഒരു വലിയ അമലാണ്, കർമ്മമാണ് നിസ്കാരം. ആർക്കും സുജൂദ് ചെയ്യാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം മനസ്സിലാക്കിയിട്ട് തങ്ങളെ മുന്നിലെത്തിയ ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളുടെ കാലിന്റെ ഭാഗത്ത് ഞാനൊരു സുജൂദ് ചെയ്യട്ടെ എന്ന്. ബഹുമാനങ്ങളും മുഅ്ജിസത്തും കണ്ടപ്പോ ഒരു സുജൂദ് ചെയ്യാൻ പൂതി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുജൂദ് അല്ലാഹുവിന് മാത്രമാണ്, വേറെ ആർക്കും സുജൂദ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഉസ്താദേ, മലക്കുകൾ ആദം നബിക്ക് സുജൂദ് ചെയ്തു എന്നല്ലേ ഖുർആൻ പറയുന്നത്? ആ സുജൂദ് നെറ്റി വെച്ചുകൊണ്ടുള്ള സുജൂദ് അല്ല. ആ സുജൂദ് ബഹുമാനത്തോടെ ഒന്ന് വണക്കത്തോടെ ഒന്ന് കുനിഞ്ഞു കൊടുത്തുള്ള ആദരവാണ്, അഭിവാദ്യമാണ്. നെറ്റി വെച്ചുകൊണ്ടുള്ള സുജൂദ് അത് അള്ളാഹുവിന് മാത്രമാണ്. ഒരു മഖ്ലൂഖിനും അങ്ങനെ പറ്റൂല. രൂപത്തിൽ പോലും അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റൂല. ഒരാളിങ്ങനെ കിടക്കുകയാണെങ്കിൽ പോലും വെറുതെ ഉള്ള ഒരു കടത്തം, നെറ്റി വെച്ചുള്ള കടത്തം സുജൂദിന്റെ രൂപത്തിൽ പറ്റില്ല. സുജൂദിന്റെ രൂപത്തിൽ അങ്ങനെ ഒരു സുജൂദിന്റെ ആകൃതിയിൽ കിടക്കണമെങ്കിൽ വുളൂ വേണ്ടേ സഹോദരങ്ങളെ? സുജൂദ് ചെയ്യാണ് ഒരാൾ, സുജൂദ് ധാരാളം ചെയ്യാണ്. കൈയെട്ടിയിട്ട് സുജൂദ് ചെയ്യണമെങ്കിൽ വുളൂ വേണ്ടേ? വുളൂ വേണം. ശുദ്ധി വേണ്ടേ? ശുദ്ധി വേണം. അത് അള്ളാഹുവിന് മാത്രമുള്ള ഒരു ഇബാദത്താണ്. ആ ഒരു ഇബാദത്ത് ഉൾക്കൊള്ളുന്ന നിസ്കാരം വലിയ മഹത്വമുള്ളതാണ്. നിസ്കാരത്തിന്റെ മഹത്വം കണ്ടില്ലേ? യഥാർത്ഥ നിസ്കാരം നിസ്കരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥ നിസ്കാരമാണോ നിസ്കരിക്കുന്നത്, അവിടെയാ നമ്മളെ വിഷയവുമായി വലിയ ബന്ധമുള്ളത്. യഥാർത്ഥ നിസ്കാരം നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ തെറ്റുകുറ്റങ്ങളിലേക്ക് ശരീരം കൊണ്ടുപോകാൻ കഴിയില്ല. അനാചാരങ്ങൾക്കൊരിക്കലും ആ ശരീരത്തിനോ മനസ്സിനോ തൃപ്തിയാകൂല. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്നസ്സലാത്ത, യഥാർത്ഥ നിസ്കാരം. യഥാർത്ഥ നിസ്കാരം എന്താണ്? യഥാർത്ഥ നിസ്കാരം ഞാനത് പറയാം. തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. യഥാർത്ഥ നിസ്കാരം വിലക്കും. അനിൽ ഫഹ്ശാഇ, അനാവശ്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും. നിസ്കരിച്ചാൽ തന്നെ ആ ശരീരത്തിന് അനാവശ്യം ചെയ്യാൻ കഴിയൂല. വൽ മുൻകരി, ദീനി വിരോധിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തും. അത് നിസ്കാരത്തിന്റെ വലിയൊരു ബഹുമാനമാണ്. സ്വഹാബത്ത് വന്നിട്ട് ഒരാളെ പറ്റി പരാതി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അവിടെ കുറച്ച് ദൂരമുള്ള മദീനത്ത് കുറച്ച് അകലത്തുള്ള ഒരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിനെ പറ്റി ജനങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. ഇടക്കിടക്ക് മോഷണം നടത്തുന്നു എന്നൊരു പേര്, അങ്ങനെ ആരും കണ്ട ഒരു തെളിവൊന്നുമില്ല, അങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുന്നൊരു വിഷയമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ഹുവ യുസല്ലി, നിസ്കരിക്കുന്ന ആളല്ലയോ എന്ന് ചോദിച്ചു. നിസ്കരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ പറഞ്ഞു, പേടിക്കണ്ട, ഇന്ന സ്വലാത്തഹു സതൻഹാഹു, അദ്ദേഹത്തിന്റെ നിസ്കാരം ഈ നീചകൃത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തും, നന്നാക്കും അദ്ദേഹത്തെ നിസ്കാരം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ സ്വഹാബത്ത് അന്വേഷിച്ചു നേരത്തെ അഭിപ്രായം കിട്ടിയ ആളെ പറ്റിയിട്ട്. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ആള് നല്ല തഖ്വയിലും ഇഖ്ലാസിലും നടക്കുന്ന ആളാണ്, ഇപ്പൊ അങ്ങനത്തെ ഒരു ദുസ്വഭാവം കേൾക്കാറന്നല്ല. അപ്പൊ അവര് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞു, ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, ഒരു ദുസ്വഭാവവും ഇല്ല. മുമ്പ് മോഷണത്തിന്റെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനൊന്നുമില്ല. അപ്പൊ തങ്ങള് പറഞ്ഞു, അലം അഖുല്ലക്കും ഇന്ന സ്വലാത്തഹു സതൻഹാഹു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അദ്ദേഹത്തിന്റെ നിസ്കാരം ഈ കുറ്റകൃത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തും. കുറ്റം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള നിസ്കാരം, അത് സാധാ നിസ്കാരമായാൽ പോരാ. അതിനാണ് ഇന്ന സ്വലാത്ത എന്നുള്ള ഇനി യഥാർത്ഥ നിസ്കാരം എന്ന് അർത്ഥം വെച്ചത്.